കുടുംബശ്രീയുടെ സരസ് എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ നമ്മുടെ എറണാകുളത്ത് നടന്നിരുന്നു. അതിലെ ഫുഡ് ഫെസ്റ്റിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി ആളുകൾ ഇത് കാണുവാനും ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുവാനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഗാനമേളയും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി എത്തിയത് പായസക്കടയിലേക്കാണ്. അവിടെ ഗോതമ്പ് പായസവും പരിപ്പ് പായസവും അടപ്രഥമനും കരിക്കും അങ്ങനെ പലതരം വെറൈറ്റി പായസങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തങ്ങളായ രുചികൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണ് ഈ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റ്. ഏതൊക്കെ സ്ഥലങ്ങളിലെ രുചികളാണെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. അങ്ങനെ ഓരോ വിഭവങ്ങളും കണ്ട് അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത പലതരം വിഭവങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ രുചികൾ, രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും ഹൈദരാബാദിലെയും ലക്ഷദ്വീപിലെയും എല്ലാ സ്ഥലങ്ങളിലെയും വ്യത്യസ്തങ്ങളായ രുചികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നാടൻ വിഭവങ്ങളായ കപ്പയും മീൻകറിയും മുതൽ എല്ലാം നമുക്കിവിടെ നിന്ന് ലഭിക്കും. ലക്ഷദ്വീപിൻ്റെ ബിരിയാണിയും അട്ടപ്പാടിയുടെ വനസുന്ദരി ചിക്കനും ഗന്ധക ചിക്കനും ചിക്കൻ പൊട്ടിത്തെറിച്ചതും എല്ലാം ഇവിടുത്തെ വെറൈറ്റികൾ തന്നെയായിരുന്നു. ചായ കുടിക്കേണ്ടവർക്ക് നല്ല ചായയും സ്നാക്സും, ജ്യൂസ് കുടിക്കേണ്ടവർക്ക് നല്ല ഫ്രഷ് ജ്യൂസും മസാല ദോശയും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെ എല്ലാം എൻ്റെ ക്യാമറയിൽ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭവങ്ങളിലുമുണ്ട് അതിൻ്റെ വ്യത്യസ്തത. ബിരിയാണികൾ തന്നെ ഒട്ടനവധിയുണ്ട്. ലക്ഷദ്വീപിൻ്റെ ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും ഹൈദരാബാദ് ബിരിയാണിയും അങ്ങനെ പോകുന്നു. ബിരിയാണികളുടെ പലതരം നോൺ വെജും വെജിറ്റേറിയൻ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. താറാവ് മപ്പാസും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ചിക്കൻ കൊണ്ടാട്ടവും അങ്ങനെ പലതരം വിഭവങ്ങൾ. കുടുംബശ്രീയിലെ ചേച്ചിമാർ തന്നെയാണ് എല്ലാ വിഭവങ്ങളും ഇവിടെ തയ്യാറാക്കുന്നത്. ഇവിടെ മുഴുവൻ ചുറ്റി നടന്ന് കണ്ടാൽ മാത്രമേ ഏത് ഭക്ഷണം വാങ്ങണമെന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലെ തരംഗമായ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി മാത്രം കിട്ടുന്ന കോഴിഞ്ചീരകം എന്ന് പറയുന്ന ആയുർവേദിക്കില്ല കൂടുതലായി ടേസ്റ്റ് എങ്ങനെയാണ്? സ്പൈസി ആണോ? എന്താ അതിന്റെ പ്രൈസ് വരുന്നത്? 180 രൂപ. ക്വാർട്ടർ ആണോ? ഇത്രയും ജനങ്ങൾ വന്ന് ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കണമെങ്കിൽ അറിയാലോ ഇവിടുത്തെ ഫുഡിൻ്റെ വ്യത്യസ്തമായ രുചി. എവിടെ നോക്കിയാലും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണപ്രേമികൾ, ചിക്കൻ്റെ പലതരം വെറൈറ്റികൾ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസാനം ഒരു മുളേരി പായസം കുടിച്ചോട്ടോ. നമ്മൾ ഇതുവരെ കഴിക്കാത്ത രാജസ്ഥാൻകാരുടെ വ്യത്യസ്ത രുചികൾ, രാജസ്ഥാൻകാരുടെ വ്യത്യസ്തമായ പേരുകൾ കൊണ്ട് അതിശയിപ്പിക്കുന്ന രുചികരമായ വിഭവങ്ങൾ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്.